ഒരു ചിരിയൊക്കെ? ഒന്നുമില്ലല്ലോ ചൂസേ, ഞാനേ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചു പോയതാ. പഴയ കാര്യം? എന്തോന്ന് പഴയ കാര്യം? നമ്മളുടെ ജീവിതത്തിലൊക്കെ പണ്ട് ഒക്കെ കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ എല്ലാവർക്കും? ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. എന്ത് പ്രണയോ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? 7ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും 13 വയസ്സ്. 13 വയസ്സില് കുട്ടിപ്രണയം. ബാക്കി പറ. ആ കൊച്ചിപ്പോഴേ പ്രായമായല്ലോ, അയർലൻഡിൽ സെറ്റിൽഡാ. അപ്പൊ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോ ആ കൊച്ചിന്റെ ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ 2 ലൈക്ക് കൊടുത്തു. എന്താണ് നൊക്ലാച്ചിയെ പിടിക്കുവാണോ? നൊക്ലാച്ചിയ ഒന്നും അല്ല, ഇങ്ങനെ 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 ഇങ്ങനെ. ലച്ചൂസേ, ലച്ചൂസിന്റെ ലൈഫിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രണയങ്ങള് ഉണ്ടായിട്ടുണ്ടായിരുന്നോ പണ്ട്? എന്റെ ലൈഫിലാ പ്രണയോ? പ്രണയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടുകാര് സമ്മതിച്ചില്ല. അതിനു മുന്നേ കെട്ടിച്ചു വിട്ടില്ലേ, നിന്റെ തലയിലുമായി. അല്ല, ചിലവരൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രണയിക്കുമല്ലോ. എന്തോന്ന്? അല്ല അങ്ങനല്ല, അയ്യോ അങ്ങനല്ല. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊന്നും അല്ല, പുറത്തുള്ളവര്, വേറെ ആൾക്കാര്, അവരൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പ്രണയിക്കുന്നവരുണ്ടെന്നേ. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നണം? എന്ത് തോന്നാൻ ലച്ചൂസേ? എന്റെ സിദ്ധു എന്റെ പുറകെ ഉണ്ടല്ലോ, ആമ്പിള്ളേരുടെ ക്യൂ ആയിരുന്നു സത്യം പറഞ്ഞ. ആ കൂട്ടത്തിലേ അരുടെന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു, നല്ല കിടുക്കൻ ചേട്ടനായിരുന്നു. കിടുക്കൻ ചേട്ടനാ? ഉള്ളതിലും നല്ലൊരു മെമ്പർ ആയിരുന്നു പുള്ളി. മെമ്പർ ആയിരുന്നോ? എവിടത്തെ? എന്നിട്ടെന്താ, പുള്ളിയുടെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് ഇങ്ങ് പോന്നു. വേറെ ആരെങ്കിലും? ഓർത്ത് നോക്ക്. നീ എന്റെ പുറകെ നടന്ന ആമ്പിള്ളേരുടെ കണക്കെടുക്കാൻ വന്നാണോ? അങ്ങനൊന്നും ഇല്ല ലച്ചൂസ്, നമ്മളിങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ഒരു അച്ഛന്റെ പേരെന്തായിരുന്നു? അശ്വജിത്ത് ഉണ്ടായിരുന്നു. ഒരു അശ്വജിത്ത് ഉണ്ടായിരുന്നു, ഒരു വിനോദ് ഉണ്ടായിരുന്നു, പിന്നെ 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 അയ്യോ ഒരു ചേട്ടന്റെ പേരുണ്ടായിരുന്നു, ഒരു രാഹുൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരവരുടെ വഴിക്ക് പോയി കാണും. എടാ, ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, പക്ഷെ ചില എണ്ണങ്ങളുണ്ട് നമ്മൾ എത്ര നോ പറഞ്ഞാലും പിന്നെയും പുറകെ ഒലിപ്പിച്ചോണ്ടിരിക്കും. അത് തന്നെ, വൃത്തികെട്ടവന്മാരാ അവര്. അതുപോലെ ആരെങ്കിലും? കൊറേ പേരുണ്ടടാ, ഇവരുടെ ഒക്കെ പേര് ആരും ഓർത്ത് വെക്കാനാ? ഒരു മീട്ടു എന്ന് പറയുന്ന ആരെങ്കിലും? മീട്ടു? അങ്ങനെ ലച്ചൂസിന്റെ അടുത്ത് പണ്ട് പറഞ്ഞു കേട്ട എന്റെ ഓർമ്മയിലുണ്ട്. മീട്ടു മീട്ടു മീട്ടു. എടാ, ഞാൻ പറഞ്ഞില്ലേ, കൊറേ ആൾക്കാരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെ പുറകെ, നല്ല ക്യാരക്ടറുള്ള പെൺപിള്ളേരുടെ പുറകെ ഇതേപോലെ കൊറേ മീട്ടും ചോട്ടും ഒക്കെ നടക്കുമല്ലോ. അതിനകത്ത് ഏതെങ്കിലും ഒരുത്തരായിരിക്കും. കാണാൻ കൊള്ളാവുന്ന എന്താ? അടക്കി കഴിഞ്ഞോ? കുറച്ചും കൂടെ ഉണ്ട്, സഹായിക്കുന്നോ? നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ വെച്ച് ഞാൻ ലീവിന് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തേനെന്ന്? ഉറപ്പായിട്ടും ചെയ്തേനെ. ഉറപ്പായിട്ടും. പിന്നല്ലാണ്ട്. എന്താടാ എന്റെ പൊന്നു സിദ്ധു, നീ ഇനി അതിൽ പിടിച്ച തൂങ്ങല്ലേട്ടാ. നീ ഇപ്പൊ വന്നല്ലോ, പിന്നെന്താണ് പ്രശ്നം? ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ചേട്ടൻ സംസാരിച്ചാണോ എന്തോ? എന്ത്? അത് ശരി, അവളെ ഇതുവരൊന്നും കഴിച്ചില്ലേ? ഹലോ, എന്തെങ്കിലൊക്കെ പറഞ്ഞൊന്ന് തീറ്റിക്കമ്മ. ഇവിടെ വന്നാലോ ഒന്നും കഴിക്കാറില്ല. ഹലോ അമ്മ, ഒരു മിനിറ്റ്. ഒന്നിങ്ങ് വരുമോ? എന്തിന്? ഒരു മിനിറ്റ്, ഇപ്പൊ പോവാ. ഹായ് ലക്ഷ്മി.
എന്നെ ഓർമ്മയില്ലേ? മിട്ടു വിട്ടോ? അന്ന് പെണ്ണ് കാണാൻ വന്ന, പെണ്ണ് കാണാമോ? അച്ഛനൊക്കെ ആയിട്ട് പെണ്ണ് കാണാൻ വന്ന ശ്രാവൺ കുമാർ. പെണ്ണ് കാണാമോ? നെച്ചുവിനെ. മനസ്സിലായി. ഇപ്പൊ ഓർമ്മ വന്ന്. ഓർമ്മ വന്നല്ലേ? എന്താ ഇവിടെ? അന്ന് പറഞ്ഞില്ലേ ഭർത്താവ് വന്നില്ലെങ്കിൽ എന്നെ കെട്ടാന്ന്. ഏ? ആ, അച്ഛനിങ്ങോട്ട് വിടട്ടെ. എന്തിനി? ഉറപ്പിക്കാൻ. എന്തുറപ്പിക്കാൻ? നമ്മളെ കല്യാണം ഉറപ്പിക്കാൻ. ഏ? പറ ലച്ചു, പറ. ഇയാളെന്താ ദേഷ്യപ്പെട്ടു വരുന്നു? സമ്മതിച്ചില്ലെന്ന് തോന്നുന്നു. പണി പാളി. പോട്ടെ, മിസ് യു. അയ്യേ, പയ്യോട്. ആ തെണ്ടി ഓടിക്കളഞ്ഞു. ലച്ചു, ആരടി അവൻ? ആര്? ആ ഓടിപ്പോയപ്പോ ആരാ? അതാ. ആ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം. വിട്ടുവല്ലേ അത്? ഏ? വിട്ടുവല്ലേ അത്? വിട്ടു. നിനക്ക് വിട്ടുവെന്നറിയോ? അപ്പൊ അതുകൊണ്ടാണ് ഇവൻ എന്റെ ഇത്ര നേരം പുറകെ നടന്നല്ലേ? എങ്ങനെ? ഏ? ആഹാ, അത് സംഭവം എന്താന്ന് വെച്ചാലേ, നീ ഗൾഫിലായിരുന്ന സമയത്ത് ഈ മിട്ടുവിന്റെ അച്ഛനും എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ലച്ചു, അതങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവോന്ന് വെച്ചാൽ നീ ആ സമയത്ത് ഗൾഫിലായിരുന്നല്ലോ. അതുകൊണ്ട് അപ്പൊ അവരെന്നെ പെണ്ണ് കാണാൻ വന്ന്. എന്നിട്ട് നീ അവനെ കെട്ടിക്കൊള്ളുന്ന വാക്ക് കൊടുത്തല്ലേ? വാക്ക് കൊടുത്തുന്ന? കൊടുത്തില്ല? കൊടുത്തില്ലേ? എന്താ പ്രശ്നം? അളിയാ, അമ്മുമ്മേ, വിട്ടു. വിട്ടു. എന്താ കാര്യം പറ. എടാ മിട്ടുടാ. ഏത് മിട്ടു? എടാ, ഒരു ദിവസം ഒരു പയ്യനും ഒരു അച്ഛനും കൂടെ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? ഞാൻ കൊണ്ട് ചായ ഒക്കെ കൊടുത്തായിരുന്നു, ഓർമ്മയുണ്ടാ? അന്ന് ഇവിടെ വന്ന് നമ്മുടെ മറ്റേ ആ മിട്ടു വന്നിട്ടുണ്ടായിരുന്നു. എവിടെ? അത് ഓടിപ്പോയി. അത് ശരി. അപ്പൊ എല്ലാവർക്കും വിട്ടുവിനെ അറിയായിരുന്നല്ലേ? അറിയാ? അല്ല, നിനക്ക് എന്തറിയാവുന്നായിരുന്നു നീ പറഞ്ഞിരുന്നു? നീ അവനെ കെട്ടിക്കൊള്ളാന്ന് വാക്ക് കൊടുത്ത കാര്യം അവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മോൻ എന്തോ മോനെ പറയുന്നേ? അമ്മൂമ്മ, ഇതൊന്നും ഞാൻ തീർത്തോട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. അത് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തൊന്നുമില്ല. പക്ഷെ ആ ചെറുക്കൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിദ്ധു. എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? നീ വന്നില്ലെങ്കിൽ എന്നെയും നമ്മുടെ കൊച്ചിനെ അവൻ പൊന്നു പോലെ നോക്കിക്കോളാം. കൊച്ചിനെയും? ആ, ആളിത്തിരി മണ്ടനാണെങ്കിലും കുറെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രണ്ട് അളിയനും ഉണ്ടല്ലോ. പാറു അളയാ, സംഭവം എന്തെന്ന് വെച്ചാലേ അളയ ഉദ്ദേശിക്കും പോലെ അല്ല, ഞാൻ പറഞ്ഞുതരാം. കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കേട്ടത് മതി. മതി മോനെ, പെണ്ണ് കാണാൻ വന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ മോൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം. മതി അമ്മുമ്മ, മതി. ഇനി അമ്മുമ്മ കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. നിങ്ങൾ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട് എന്നെ ചതിക്കുമായിരുന്നല്ലോ. തനിക്കെന്നെ സംശയമാണല്ലേ? അപ്പൊ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെ നീ അവനെ കെട്ടിയേനെ. ഇതിപ്പോ ഞാൻ വന്നതുകൊണ്ട് നടന്നില്ല അല്ലേ? താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചേനെ. ലച്ചു, ചേച്ചി ഇതെത്രയാന്നും പറഞ്ഞാ കാത്തിരിക്കുന്നേ? നീ മിണ്ടായി ഇറക്കവിടെ. എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ എന്നെ മോനെ, മോൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അപ്പടിയെല്ലാം ഒന്നും ഇല്ല സിദ്ധു. ഞാൻ വരാൻ ഒരു 5 വർഷം വൈകിന്ന് വെച്ച് നിങ്ങൾ അവക്ക് വേറൊരു കല്യാണം ആലോചിച്ചല്ലേ?